ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു കേട്ടോ. അതാണ് ഞാൻ ആ ടൈമിൽ ഒന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് 6 മണിക്കാണ് പള്ളിയിൽ ആരാധന, അതുകൊണ്ട് നമുക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. രാത്രി തന്നെ കുളിക്കും കേട്ടോ. രാത്രി കുളിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ശനിയാഴ്ച രാത്രി കുളിച്ചിട്ട് കിടക്കും. കാരണം രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ പോകാൻ ഇച്ചിരി ലേറ്റാവും. പിന്നെയും കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുമ്പോൾ തന്നെ കുളിച്ച് ഒരു അരമണിക്കൂർ നേരം ഇരുന്ന് തലമുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം കെട്ടി വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ പിന്നെ തലമുടി അഴിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ വന്ന് ഫ്രഷായിട്ട് ചായ ഇടാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെ തന്നെ ഞാൻ മാഗി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ചായ എടുത്തു, മാഗി എടുത്തു, പിന്നെ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി കേട്ടോ. ബീനയുടെ കടയിൽ നിന്നിട്ട് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് 2 ഫ്ലേവർ ഉണ്ടായിരുന്നു, ഓറഞ്ചും പിന്നെ വേറൊരു ഫ്ലേവറും ഉണ്ടായിരുന്നു. എനിക്ക് ഓറഞ്ച് വലിയ താല്പര്യമില്ല. നല്ല ഓറഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് വലിയ താല്പര്യമില്ല. വേറൊരു കേക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ ഒരു ഇതിൽ തന്നെ വേറൊരു ഫ്ലേവറിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് മറന്നുപോയി. കാരണം ഈ ഒരു വ്ളോഗ് സത്യം പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മുന്നേ എടുത്തൊരു വ്ളോഗാണ്. അതാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സത്യത്തിൽ എനിക്ക് വ്ളോഗ് എടുക്കാനോ അത് പോസ്റ്റ് ചെയ്യാനോ ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. എന്തെന്ന് അറിയില്ല കേട്ടോ. മുമ്പ് ജോലിക്ക് പോയ സമയത്തായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുകയും അത് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്ന സമയത്ത് എന്തോ എനിക്ക് തോന്നാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ വലിയ ഒരു വ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ സത്യത്തിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിൽ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും വലിയ താല്പര്യവും ഇല്ല. പിന്നെ കുറച്ച് പേരൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. അവരെപ്പോഴും ചോദിക്കും വീഡിയോ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് തന്നെ. അപ്പോൾ ഇതാണ് കേക്ക് കേട്ടോ. ഇത് ഏത് ഫ്ലേവറാണ് സത്യത്തിൽ എനിക്ക് മറന്നുപോയി. മറ്റേത് ഓറഞ്ച് ഫ്ലേവറായിരുന്നു കേട്ടോ. എനിക്കത് വലിയ താല്പര്യമില്ല. പക്ഷേ എബിക്ക് അതാണ് ഇഷ്ടം, ഓറഞ്ച് ഫ്ലേവറിലെ കേക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും ചായയും കേക്കും മാഗിയൊക്കെ കൊണ്ടുവച്ചു. ഞങ്ങൾ 3 പേരും കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ടിരുന്നു. 3 പേരും ഒരുമിച്ച് തന്നെയാണ് കഴിക്കരുത്. അവർ 2 പേരും പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് വന്നിരുന്നത് കേട്ടോ. ഞാൻ ചായയൊക്കെ ഇട്ട് ഇതെല്ലാം വെച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയത്. ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡ്രസ്സ് മാറി വന്നാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ടാണ് അവർ തന്നെ നേരത്തെ തന്നെ ഡ്രസ്സ് മാറാനൊക്കെ പോയത്. ഞാൻ ചായയൊക്കെ കുടിച്ചു സമാധാനത്തിലാണ് പോയി ഡ്രസ്സ് ചെയ്ത ഉടൻ തന്നെ ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ ആരാധന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കല്ലെങ്കിൽ എപ്പോഴും 8:30 മണിക്ക് സൺഡേ സ്കൂളുണ്ട് നമുക്ക് എല്ലാ ഞായറാഴ്ചയും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് 10 മണിക്കായിരിക്കും ആരാധന. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു നേരമാവും, ഉച്ചയൊക്കെ ആവും വീടെത്താനായിട്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. രാവിലെ 6 മണിക്ക് തുടങ്ങി 8 മണിയൊക്കെ ആവുന്ന സമയത്ത് ആരാധനയൊക്കെ കഴിയും. 9:30 ആവുമ്പം സൺഡേ സ്കൂളും കഴിയും. 10 മണിക്കുള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ തിരിച്ച് വരികയും ചെയ്യാം. പിന്നെ ഉള്ള ജോലിയൊക്കെ അതുപോലെ സാവധാനം ചെയ്താൽ മതിയല്ലോ. അങ്ങനെ എൻ്റെ സ്കൂട്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇപ്പോഴാണ് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. കാരണം പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് വെഞ്ചരിച്ചതിന് ശേഷമാണ് വണ്ടി എടുത്ത് തുടങ്ങിയത് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്നതിന് ശേഷം എടുത്ത ഒരു വ്ളോഗാണ്. വണ്ടി എടുത്തൊരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ ചേട്ടനാണ് സ്ഥിരമായിട്ട് ഓട്ടിക്കുന്നത്. ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലിട്ട് ചെറുതായിട്ടൊന്ന് ഓട്ടിച്ച് പഠിക്കും, അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആ ചന്ദ്രനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിയിൽ ഫുള്ളായിട്ടും ആ ഒരു ചന്ദ്രൻ്റെ വീഡിയോ എടുത്തെടുത്ത് പോയി കേട്ടോ. ഒരു കുഞ്ഞ് ചന്ദ്രനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ, മഹാദേവൻ്റെ ഒരു ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ഇന്ന് ഉത്സവമാണ്. അവിടെ ഇന്ന് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് വരുന്ന വഴിക്ക് മൊത്തത്തിൽ ആ ഒരു ലൈറ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും അകത്തും ഉണ്ടായിരുന്നു. ഞങ്ങളും പെട്ടെന്ന് തന്നെ ആരാധനയ്ക്ക് കയറി കേട്ടോ. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ ചായയും കേക്കും ബിസ്ക്കറ്റും ഒക്കെ തന്നെ നമ്മുടെ പള്ളിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതും കഴിച്ചു. പിന്നെ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് അവരുടെ മാത്രം വീഡിയോസൊന്നും എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ അടുത്ത് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് തലമുടി ഒന്ന് അഴിച്ചിട്ടാൽ മതിയായിരുന്നു ആയി കേട്ടോ. കാരണം തലമുടി ഉണങ്ങിയിട്ടില്ല. പിന്നെ പള്ളിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഷോളൊക്കെ തലയിട്ട് നിൽക്കുന്നതല്ലേ, അപ്പോഴേ തലമുടി ഒന്നും ഉണങ്ങാറില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നുടൻ തന്നെ പിന്നീട് ഉച്ചയൊക്കെ ആയി കേട്ടോ. തലമുടി ഒന്ന് ഉണങ്ങി കിട്ടിയ സമയത്ത് പിന്നീട് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കി. ഉപ്പുമാവും പപ്പടവും പഞ്ചസാരയാണ്. അപ്പോൾ ചേട്ടന് വലിയ താല്പര്യമില്ല. ചേട്ടന് താല്പര്യം
അപ്പനുണ്ടെങ്കിൽ ഇച്ചിരി കറിയൊക്കെ വേണം. കറി ഉണ്ടെങ്കിൽ പുട്ടായിരുന്നാലും ഉപ്മാവായിരുന്നാലും കഴിക്കാനൊക്കെ ഇഷ്ടം. കറിയില്ലാതെ കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ സൺഡേ അല്ലേ, നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് എളുപ്പപ്പണി. സത്യത്തിൽ നമുക്കിപ്പോൾ തിങ്കൾ തൊട്ട് ശനി വരെ എല്ലാ വീടുകളിലും നല്ല വിഭവസമൃദ്ധമായിട്ട് ആഹാരം വെക്കുമെങ്കിലും ഞായറാഴ്ച ഒരു ദിവസമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ആഹാരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ആഹാരം വെക്കുമല്ലേ, എല്ലാ വീടുകളും പതിവാണ്. പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മിക്കുവിനെയും മിലുവിനെയൊക്കെ ഫോൺ വിളിച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.